മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും ക്രെഡിറ്റ് ലോൺ ആപ്പ് വഴി തട്ടിപ്പ്. ക്രെഡിറ്റ് ലിൻസ് എന്ന ആപ്പ് ഉപയോഗിച്ചാണ് തട്ടിപ്പ്. പണം നൽകിയില്ലെങ്കിൽ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്നാണ് ഭീഷണി. കാക്കനാട് സ്വദേശി സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. 3,000 റുപ്പീസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് 5,000 അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ഇട്ട് കളയും. എന്നിട്ട് ഞാൻ ആ 5,000 റുപ്പീസ് അടച്ചു. അത് അവർ തന്നെ ഒരു UPI ഉണ്ട്. പല പ്രാവശ്യം പല UPI ആണ് തരുന്നത് വന്നിട്ട്. വീണ്ടും എനിക്കൊരു 4,200 എനിക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് Paytm സമ്മതിച്ചില്ല. അപ്പോൾ ആ ഫണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ SBI നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. സൈബർ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാക്കനാട് പൈസ തന്നിരിക്കുന്നത് വേറെ ഒരു ലോൺ അടച്ച എമൗണ്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട്. അപ്പോഴും അവർ പറഞ്ഞു അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. വരുന്ന കോളുകൾ വാട്സപ്പ് ചാറ്റുകളെല്ലാം പാകിസ്ഥാൻ കൺട്രി കോഡാണ് വരുന്നത്. അപ്പം അതിലാണ് പിന്നെ അവർ ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കോൾ വിളിക്കുന്നതല്ല. വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവരെ ഫേസ് അവർ കാണിക്കുന്നില്ല, നമ്മുടെ ഫേസ് കാണിക്കാനാണ് അവർ പറയുന്നത്. സൂര്യ ശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ. സൂര്യ, അല്പസം മുൻപാണ് സൈബർ ഇടത്തിലുള്ള മറ്റു തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അത് വാട്സാപ്പ് വഴിയാണ്. ഇതിപ്പോൾ എന്താണ്, ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പാണ്. എന്താണ്, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സംസ്ഥാനത്ത് വായ്പാ തട്ടിപ്പുകൾ വീണ്ടും സജീവമാകുന്നുവെന്ന് തന്നെ പറയാം. ലോൺ ആപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഒരു തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. ശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ ക്രെഡിറ്റ് ആയെന്നും നമ്മൾ അയച്ച തുകയേക്കാൾ കൂടുതൽ രൂപ തിരികെ നൽകണം, ലോണായി നൽകിയ തുകയേക്കാൾ കൂടുതൽ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇത്തരത്തിൽ കോളുകൾ വരുന്നത്. പാകിസ്ഥാൻ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം ഫോൺ കോൾ ചെയ്യുന്നത്. ഈ നമ്പറിൽ നിന്ന് വിളിച്ച ശേഷം കഴിഞ്ഞ ദിവസം കാക്കനാട് സ്വദേശിക്ക് ഒരു 3,000 രൂപയാണ് ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തെ വിളിക്കുന്നു. ശേഷം 5,000 രൂപ തിരികെ നൽകണമെന്നും ഇത്തരത്തിൽ കൂടുതൽ തുക നൽകിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളടക്കം മോർഫ് ചെയ്ത സുഹൃത്തുക്കൾക്കും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഷെയർ ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു ഭീഷണി. ഇദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു യുവതിക്കും ഇത്തരത്തിൽ ഈ ഒരു ഭീഷണി ഉണ്ടായി. യുവതിയുടെ ചിത്രങ്ങളടക്കം സുഹൃത്തുക്കൾക്കും സമൂഹ മാധ്യമത്തിലൊക്കെ ഈ തട്ടിപ്പ് സംഘം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ കാക്കനാട് സൈബർ സെല്ലിൽ ഇവർ പരാതി നൽകിയിരുന്നു. ഏതായാലും പാകിസ്ഥാൻ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ തന്നെ അയക്കുന്നത്. തുക ആവശ്യപ്പെടാതെ തന്നെ ക്രെഡിറ്റ് ലിൻസ് എന്ന ആപ്പ് വഴിയാണ് ഇത്തരത്തിൽ സംഘം തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ ഈ തട്ടിപ്പിന് ഇരയായവർ തന്നെ പറയുന്നത് തങ്ങൾ ഈ ആപ്പ് മനഃപൂർവ്വമോ അല്ലെങ്കിൽ തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ തട്ടിപ്പ് സംഘം വിളിച്ച ശേഷം തങ്ങളുടെ ഫോണിൽ നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിൽ ഒരു ക്രെഡിറ്റ് ലിൻസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതായി കാണപ്പെടുകയാണ്. ഈ ആപ്പിലൂടെയാണ് സംഘം പണം അയച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിനേക്കാൾ കൂടുതൽ തുകയാണ് ഇത്തരത്തിൽ തിരികെ അയച്ചു നൽകാനായിട്ട് സംഘം ആവശ്യപ്പെടുന്നത്. അയച്ചു നൽകിയില്ലെങ്കിൽ തന്നെ ചിത്രങ്ങളൊക്കെ തന്നെ ഡീപ് ഫേക്ക് വീഡിയോ ആക്കി നഗ്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കും എന്നാണ് സംഘം ഭീഷണിപ്പെടുത്തുന്നത്. ഏതായാലും സൈബർ സെല്ലിന്റെ പക്കൽ ഇത്തരത്തിലുള്ള പരാതികൾ കൂടുതൽ ലഭിച്ചതായാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം വിപുലമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും നമുക്കറിയാത്ത നമ്പറുകളിൽ നിന്നോ മറ്റും കോളുകൾ വരികയാണെങ്കിൽ വിശ്വാസമല്ലാത്ത രീതിയിൽ ഉള്ള ആളുകളോ മറ്റും സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തരുതെന്നും ഇത്തരത്തിൽ പൈസയോ മറ്റോ ആവശ്യപ്പെടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും പൈസ തിരികെ നൽകേണ്ടതില്ലെന്നുമാണ് സൈബർ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. യെസ്, സൂര്യശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്രെഡിറ്റ് ലെൻസ് എന്ന് പറയുന്ന ആപ്പാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്ന പോലെ 1930 എന്ന നമ്പറിലേക്ക് ഇത്തരം തട്ടിപ്പുകൾ ഉണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാവുന്നതുമാണ്.